ഭാരതത്തിന്റെ 47ാമത് ചീഫ് ജസ്റ്റിസായ ശരത് അരവിന്ദ് ബോബ്ഡെ ചീഫ് ജസ്റ്റിസായുള്ള 17 മാസത്തെ സേവനം പൂർത്തിയാക്കി പടിയിറങ്ങിയ ഏപ്രിൽ 23-ന് വളരെ ഭീതിപ്പെടുത്തുന്നൊരു വെളിപ്പെടുത്തൽ നടത്തി. ഭാരതത്തിന്റെ സുപ്രീം കോടതിയെ തകർക്കുവാൻ നീക്കം നടക്കുന്നു എന്നതായിരുന്നു ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ആ മഹാപുരോഹിതന്റെ വിലാപം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ മഹാപുരോഹിതനായിരുന്ന കയ്യഫാസ് നടത്തിയ ഒരു പ്രതികരണത്തോട് സമാനമാണ് ഈ വിലാപം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്താണ് ആ പ്രതികരണവും. സുവിശേഷകനായ വിശുദ്ധ യോഹന്നാനെ കൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതിക്കുന്ന വ്യാഖ്യാനവും കാണുക. 45 മുതൽ 53 വരെയുള്ള തിരുവചനങ്ങളിൽ മരിച്ച് അടക്കപ്പെട്ട് 4 ദിവസം പിന്നിട്ട ലാസറിനെ യേശു ഉയർപ്പിച്ചതുമൂലം ജനങ്ങൾക്കിടയിൽ യേശുവിലുണ്ടാക്കുന്ന അത്ഭുതകരമായ വിശ്വാസത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അത് കണ്ട് പരിഭ്രാന്തരായ മഹാപുരോഹിത സംഘം കൂടിയാലോചിക്കുന്നു. ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ കാണിക്കുന്നു. നാം അവനെ ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. അതായിരുന്നു അവരുടെ സങ്കടം. ഇത് കേട്ട ആ വർഷത്തെ പ്രധാന പുരോഹിതനായ കയ്യഫാസ് പറഞ്ഞു, ജനം മുഴുവൻ നശിക്കാതിരിക്കുവാൻ അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? മഹാപുരോഹിതൻ്റെ ഈ വാക്യത്തിനാണ് പരിശുദ്ധാത്മാവ് സുവിശേഷകനിലൂടെ കൃത്യമായ വ്യാഖ്യാനം പറയുന്നത്. യോഹന്നാൻ എഴുതി, അവൻ ഇത് സ്വമേധയാ പറഞ്ഞതല്ല, ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി പ്രവചിക്കുകയായിരുന്നു. ഇതുപോലെ ഒരു പ്രവചനമല്ലേ ബോബ്ഡെയും നടത്തിയത്? ബോബ്ഡെയുടെ ശബ്ദം ഒറ്റപ്പെട്ടതല്ല. അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്ന 46ാമത്തെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയും ഇതേ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് ബോബ്ഡെയുടെ പല വാക്കുകളും ഭാരതത്തിലെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് അപമാനകരമായി എന്ന് കരുതുന്നവർ പോലും ഈ വാക്കുകളെ ഒരു പ്രവചനമായി കണക്കാക്കുന്നുണ്ട്. ഭാരതത്തിൻ്റെ സുപ്രീം കോടതിയെ തകർക്കുവാൻ ഗൂഢാലോചന നടക്കുന്നു. 2 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാർ തുടർച്ചയായി സുപ്രീം കോടതിയെ തകർക്കുവാൻ നീക്കം നടക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത് നിസ്സാരമായ കാര്യമല്ല. ഭാരതത്തിൻ്റെ ജനാധിപത്യ ജീവിത ക്രമത്തിൻ്റെ ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ സൂക്ഷിക്കുന്നവരെല്ലാം വലിയ ഭീതിയോടെ കേൾക്കേണ്ട വിലാപമാണിത്. വെളിപ്പെടുത്തിയതിനേക്കാൾ എത്രയോ സംഭവങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാവും അവർ ഈ പ്രതികരണം നടത്തിയത്. ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ വിട പറഞ്ഞ ദിവസമാണ് ഈ ആക്ഷേപം ഉന്നയിച്ചത്. അദ്ദേഹം ഗൂഢാലോചന നടത്തുന്നവരെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. നാട്ടിലെ മുതിർന്ന അഭിഭാഷകരാണത്രേ ഈ നീക്കം നടത്തുന്നത്. അദ്ദേഹം അവർക്കെതിരെ സങ്കടം പറയുവാൻ ഒരു കാരണവുമുണ്ട്. തലേന്ന് നാട്ടിൽ പടരുന്ന മഹാമാരിയായ കോവിഡ് സംബന്ധിച്ച എല്ലാ കേസുകളും സുപ്രീം കോടതിയിലേക്ക് മാറ്റിക്കൊണ്ട് സുപ്രീം കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിനെ മുതിർന്ന അഭിഭാഷകർ രൂക്ഷമായി വിമർശിച്ചു. കോവിഡ് സംബന്ധിച്ച് ഭാരതത്തിലെ വിവിധ ഹൈക്കോടതികൾ സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വിധി പുറപ്പെടുവിച്ച പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം സുപ്രീം കോടതി കൈക്കൊണ്ടത്. ഇങ്ങനെ ഹൈക്കോടതികൾ പുറപ്പെടുവിച്ച വിധികളിൽ ഉത്തർപ്രദേശ് സർക്കാരിന് അലോസരമായ അലഹാബാദ് ഹൈക്കോടതിയുടെ ഒരു വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഇതേ തുടർന്ന് ഹൈക്കോടതികളിലെ കേസുകളെല്ലാം സുപ്രീം കോടതിയിലേക്ക് മാറ്റിക്കൊണ്ട് പ്രഖ്യാപനം നടത്തിയപ്പോൾ മുതിർന്ന അഭിഭാഷകർ മാത്രമല്ല സാധാരണക്കാരും കോടതിയുടെ നടപടിയിൽ അസ്വസ്ഥരായി. ഈ കേസിൽ സുപ്രീം കോടതിയെ സഹായിക്കുവാൻ കോടതി അമിക്കസ് ക്യൂറിയായി നിയമിച്ച മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ പദവി സ്വീകരിക്കാതെ പിന്മാറുകയും ചെയ്തു. ചീഫ് ജസ്റ്റിസായിരുന്ന ബോബ്ഡെ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഹാർലി ഡേവിഡ്സൺ മോട്ടോർ സൈക്കിളിൽ മാസ്ക് ഇല്ലാതെ ഇരിക്കുന്ന ചിത്രത്തെ മുതിർന്ന അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ ട്വിറ്ററിൽ പരിഹസിച്ചതും അത് പിന്നീട് കോടതിയലക്ഷ്യ കേസായതും പ്രശാന്ത് ഭൂഷൺ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നതും എല്ലാം ജനം മറന്നിട്ടുണ്ടാവില്ല. പ്രശാന്ത് ഭൂഷണെ ശിക്ഷിക്കരുതെന്ന് സർക്കാർ നിലപാട് അംഗീകരിക്കാതെ ₹1 ശിക്ഷ നൽകി സുപ്രീം കോടതി. വീണ്ടും ഇക്കഴിഞ്ഞ മാർച്ച് 1-ന് ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി എത്തിയ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോട് ബോബ്ഡെ അടങ്ങുന്ന ബെഞ്ച് ആ സ്ത്രീയെ വിവാഹം ചെയ്യാമോ എന്ന് ചോദിച്ചതും വിവാദമായി. വിവാഹം ചെയ്യാൻ പോകുകയാണോ എന്ന് കോടതി നടത്തിയ ഒരു ചോദ്യം തെറ്റായി നാട്ടിൽ പടർന്നതിന് പിന്നിൽ അഭിഭാഷകരാണ് എന്ന് അക്കാലത്ത് തന്നെ കോടതി പ്രതികരിച്ചിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിയെ തകർക്കാൻ മുതിർന്ന അഭിഭാഷകർ ശ്രമിക്കുന്നു എന്ന ജസ്റ്റിസ് ബോബ്ഡെയുടെ പ്രതികരണം വന്നത്. തങ്ങൾ സ്ത്രീകളുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നവരാണെന്നും ഈ പ്രതികരണത്തെ തുടർന്ന് പറയേണ്ടി വന്നു. ബോബ്ഡെയുടെ മുൻഗാമി ഗൊഗോയിയെയും പിൻഗാമി ലക്ഷ്മണയെയും അവർക്കെതിരായി വന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ നിന്നും കുറ്റവിമുക്തനാക്കിയതും ബോബ്ഡെയാണ്. അതിന് സ്വീകരിച്ച നടപടിക്രമങ്ങൾ വിവാദപരവുമായി. 2019 നവംബർ 18 മുതൽ ഭാരതത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അദ്ദേഹം അക്കാലത്ത് പദവിയിൽ നിന്നും വിരമിച്ച 5 ജഡ്ജിമാരുടെ ഒഴിവുകൾ നികത്തുന്നതിൽ നടപടിയെടുക്കാതെയാണ് വിടവാങ്ങിയത്. ഒഴിവുകളിലേക്ക് പേരുകൾ ശുപാർശ ചെയ്യേണ്ടത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായുള്ള സുപ്രീം കോടതിയിലെ കൊളീജിയമാണ്.
ബോബ്ഡെ കൊളീജിയത്തിന്റെ അസാധാരണമായ യോഗം പോലും വിളിച്ചുകൂട്ടിയെങ്കിലും ഒഴിവുകൾ സംബന്ധിച്ച ഒരു തീരുമാനവും എടുത്തില്ല. കേസുകളുടെ ഭാരം മൂലം വലയുന്ന സുപ്രീം കോടതിയിലെ ഒഴിവ് നികത്താൻ ഒരു ചീഫ് ജസ്റ്റിസ് കാണിക്കുന്ന വീഴ്ച നിസ്സാരമല്ലല്ലോ. ഇങ്ങനെ ചീഫ് ജസ്റ്റിസുമാർ പോലും കാണിക്കുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ കോടതിക്കെതിരെ പ്രവർത്തിക്കുന്നവർ എന്ന് മുദ്രകുത്തുമ്പോൾ ജനത്തിന് ആരെയാകും സംശയം തോന്നുക? ഇടയനെ അടിക്കും, ആടുകൾ ചിതറും എന്നാണ് ബൈബിൾ പറയുന്നത്. വീഴ്ച കാണിക്കുന്ന ജഡ്ജിമാരെ ചൂണ്ടിക്കാണിക്കുന്നവരല്ല ഇടയനെ അടിക്കുന്നവർ. വീഴ്ചയ്ക്ക് തയ്യാറാകുന്നതിലൂടെ ആർക്കു വേണ്ടി വീഴ്ചകൾക്ക് കൂട്ടുനിന്നോ ആ സമ്മർദ്ദ ഗ്രൂപ്പുകളാണ് അഥവാ ചൂഷകരാണ് ശരിക്കും ഇടയനെ അടിക്കുന്നവർ. ഇടയന് പോലും മനസ്സിലാകാത്ത വിധമാണ് ഈ കാലത്തെ അടി. ഇടയന്മാർ അടിക്കപ്പെടുമ്പോൾ ആടുകൾ ചിതറുന്നു. അതും സത്യം. മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയാണ് സുപ്രീം കോടതിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്ന ആക്ഷേപം ആദ്യമായി ഉയർത്തിയത്. ഗൊഗോയ്ക്കെതിരെ ഉയർന്ന സ്ത്രീപീഡന വിവാദത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ ആക്ഷേപം അദ്ദേഹം ഉന്നയിച്ചത്. ഗൊഗോയുടെ ആക്ഷേപത്തെക്കുറിച്ച് റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി പട്നായിക്കിനെ കോടതി അന്വേഷണ കമ്മീഷനായി നിയമിച്ചു. അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിൽ ഗൊഗോയ്ക്കെതിരെ ഗൂഢാലോചന നടന്നതായി കണക്കാക്കാൻ ന്യായമുണ്ടെന്ന് കണ്ടെത്തി. ഗൂഢാലോചന നടന്നുവെന്ന് സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി അന്വേഷണം നടത്തി കണ്ടെത്തിയിട്ടും അതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണ്ടെന്ന് സുപ്രീം കോടതി തീരുമാനിച്ചു. ജസ്റ്റിസ് പട്നായിക് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പരമരഹസ്യവുമാക്കി. എന്തേ ഇക്കാര്യത്തോട് ഇത്രയും അനുകൂലമായ സമീപനം സ്വീകരിച്ചു? ഗൊഗോയി സുപ്രീം കോടതിയിൽ നിന്നും പിരിച്ചുവിട്ട സ്ത്രീയെ തിരിച്ചെടുക്കുകയും ചെയ്തു. ഇതാണ് ഗൂഢാലോചനയുടെ അന്വേഷണത്തോടെ സുപ്രീം കോടതിയുടെ നിലപാട്. പിന്നെ ആരെ പഴിക്കണം? ഭാരതത്തിൻ്റെ 48ാമത് ചീഫ് ജസ്റ്റിസ് PV രമണയ്ക്കെതിരെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ കൊടുത്ത പരാതിയും അന്വേഷിച്ച് അടിസ്ഥാനരഹിതമെന്ന് സുപ്രീം കോടതി വിധിച്ചത് ഇക്കാലത്താണ്. ആ അന്വേഷണം എങ്ങനെ നടത്തിയെന്നോ അവരുടെ കണ്ടെത്തലുകൾ എന്താണെന്നോ ഉള്ള വിശദാംശങ്ങളെല്ലാം രഹസ്യം. അവസാനം ചാരക്കേസിൽ ജസ്റ്റിസ് ജെയിൻ നടത്തിയ അന്വേഷണ റിപ്പോർട്ടും രഹസ്യം. ഇത്രയും രഹസ്യങ്ങളുമായി എന്തേ സുപ്രീം കോടതി പ്രവർത്തിക്കുന്നു എന്ന സന്ദേഹം ഭാരതത്തിൽ ആർക്കാണ് ഇല്ലാത്തത്? അത് സംബന്ധിച്ചും എല്ലാം രഹസ്യമാണ്. ഇത്തരം രഹസ്യങ്ങളാണ് സുപ്രീം കോടതിയുടെ വിശ്വാസ്യത ചോർത്തുന്നത്. സുപ്രീം കോടതിയെ തകർക്കുവാൻ ആരും ശ്രമിക്കരുത്. തെരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രമായി നടത്തുവാൻ വിഭാവനം ചെയ്തിട്ടുള്ള അതിനുള്ള എല്ലാ അധികാരവും ഭരണഘടനാപരമായി ലഭ്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ വല്ലാതെ ആരോപണ വിധേയമായി എന്നത് സമീപകാലത്തെ അടുത്ത വലിയ ആപത്ത് സൂചനയായി. മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന TN ശേഷന്റെ 10-1 കഴിവ് ഇപ്പോഴത്തെ കമ്മീഷനുണ്ടോ എന്ന കൽക്കട്ട ഹൈക്കോടതിയുടെ സന്ദേഹം നാട്ടുകാരുടെ ആകെ ഭീതിയാണ്. കമ്മീഷനുള്ള അധികാരം എന്തേ പ്രയോഗിക്കുന്നില്ല എന്നും ഹൈക്കോടതി ചോദിച്ചു. കോവിഡ് മഹാമാരിയുടെ മധ്യത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലൂടെ സംസ്ഥാനങ്ങളിൽ മഹാമാരിയുടെ വ്യാപനത്തിനുണ്ടാക്കിയ ഗതിവേഗത്തിൽ അമ്പരന്ന് 4 സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികൾ വിഷയത്തിൽ ഇടപെട്ടു. കോവിഡ് പ്രോട്ടോക്കോളുകൾ ലംഘിച്ചു നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ വ്യാപനത്തിനുള്ള പ്രധാന കാരണമായി രാഷ്ട്രീയ നേതാക്കളല്ലാത്ത നിരീക്ഷകരെല്ലാം കാണുന്നുണ്ട്. പ്രോട്ടോക്കോളിലെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണക്കാർ നാട്ടിലാകെ ഈ മഹാമാരിയുടെ വ്യാപനത്തിൻ്റെ വിത്ത് വിതയ്ക്കുകയായിരുന്നു. കുട്ടികളെ കെട്ടിപ്പിടിക്കുക, വാരിയെടുക്കുക, ചുംബിക്കുക, എല്ലാവരുമായും ഹസ്തദാനം നടത്തുക, ഇതൊന്നും മഹാമാരിക്കാലത്ത് ചെയ്യരുതാത്തതാണ് എന്ന് ആരും അംഗീകരിച്ചില്ല. ഹൈക്കോടതി ഇടപെട്ടതോടെ ബംഗാളിലെ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടങ്ങളിൽ റോഡ് ഷോകളും റാലികളും നിരോധിച്ചു. 500 പേരിൽ കൂടുതൽ ഒരു യോഗത്തിൽ പങ്കെടുത്തുകൂടാ എന്നും കൽപ്പിച്ചു. മോദിയും മമതയും പരിപാടികൾ ഒഴിവാക്കി. ഈ അധികാരം എന്തേ കമ്മീഷൻ നേരത്തെ പ്രയോഗിച്ചില്ല? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന ആക്ഷേപം സാർവത്രികമായി ഉയരുന്നു എന്നത് ഭാരതത്തിലെ തെരഞ്ഞെടുപ്പുകളുടെ ഭാവിയെക്കുറിച്ച് പോലും വലിയ ആശങ്കകളാണ് ഉയർത്തുന്നത്. കൽക്കട്ട ഹൈക്കോടതി ഇടപെട്ട ഇത്തരം നടപടികൾക്ക് കമ്മീഷനെ നിർബന്ധിതമാക്കിയതോടെ കോവിഡ് കാര്യത്തിൽ നിസ്സംഗത പാലിച്ചിരുന്ന സുപ്രീം കോടതി വരെ ഇടപെട്ടു. ഹൈക്കോടതികളിലെ എല്ലാ കേസും സുപ്രീം കോടതിയിലേക്ക് വിളിച്ചു. അതിന് സുപ്രീം കോടതി പറഞ്ഞ ന്യായം പലർക്കും അംഗീകരിക്കാനായില്ല. തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷ നേതാക്കളെ തെരഞ്ഞുപിടിച്ച് പരിശോധിക്കാനും കുടുക്കിലാക്കുവാനും നടത്തിയ നീക്കങ്ങൾ പോലെയല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളിൽ ഉയരുന്ന സന്ദേഹങ്ങൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതി ചെയ്താൽ പോരാ, നീതിയാണ് ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടുത്തുകയും വേണം.
ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് ഭാരതത്തിൽ വേറെ നടന്നിട്ടുണ്ടാവില്ല. അത്ര ആപത്ത് സൂചനകൾ നൽകുന്നതായിരുന്നു കേരളം, ബംഗാൾ, തമിഴ്നാട്, ആസാം, പുതുച്ചേരി നിയമസഭകളിലേക്ക് മാർച്ച് 27 മുതൽ ഏപ്രിൽ 29 വരെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ. ഭാരതം റിപ്പബ്ലിക്കായ ശേഷം നടന്ന 1951 തെരഞ്ഞെടുപ്പോ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന 1977 തെരഞ്ഞെടുപ്പോ പോലെ ചരിത്രം കുറിച്ച ഒരു തെരഞ്ഞെടുപ്പായി ഇത്. 224 സീറ്റുകളുള്ള തമിഴ്നാട്ടിലും 140 സീറ്റുള്ള കേരളത്തിലും 30 സീറ്റുള്ള പുതുച്ചേരിയിലും ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തിയ കമ്മീഷൻ ബംഗാൾ നിയമസഭയിലെ 294 സീറ്റുകളിലേക്ക് 8 ഘട്ടമായും ആസാമിലെ 126 സീറ്റുകളിലേക്ക് 3 ഘട്ടമായും തെരഞ്ഞെടുപ്പ് നടത്തിയത് സന്ദേഹം ഉയർത്തുന്നു. കേന്ദ്രം ഭരിക്കുന്ന BJP ബംഗാളും ആസാമും പിടിക്കുവാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് ശക്തി പകരുവാനാണ് ഈ കളികളെന്ന് കരുതുന്നവർ ധാരാളമുണ്ട്. ബംഗാളിലെ തിരഞ്ഞെടുപ്പ് 3 ഘട്ടമായി നടത്തിയിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ അക്രമങ്ങൾ ഉണ്ടാകുമായിരുന്നു. അവിടുത്തെ 294 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 8 ഘട്ടമാക്കിയതിലൂടെ കോവിഡ് വ്യാപനം എത്രമാത്രം വർദ്ധിച്ചു കാണും. തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന സംഭവവികാസങ്ങൾ പലതും സന്ദേഹങ്ങൾ വർദ്ധിപ്പിക്കുന്നവയായിരുന്നു. അക്രമങ്ങളും കയ്യേറ്റങ്ങളും പലയിടത്തും നടന്നു. ബംഗാളിൽ കേന്ദ്ര പോലീസിന്റെ വെടിവെപ്പിൽ 5 പേർ കൊല്ലപ്പെട്ടു. ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പായിരുന്നു 1977 നടന്നതെങ്കിൽ ഭാരതത്തിൽ അടിയന്തരാവസ്ഥയാകുമായിരുന്നു. ഇന്ദിര നിത്യപ്രധാനമന്ത്രിയുമാകുമായിരുന്നു എന്ന് ഭയപ്പെടുന്ന നിരീക്ഷകരുണ്ട്. ജനഹിതം സത്യസന്ധമായി പ്രതിഫലിപ്പിക്കുന്നതാകുമോ തെരഞ്ഞെടുപ്പ് ഫലം എന്ന സംശയം തോന്നത്തക്ക വിധത്തിലുള്ള നിരവധി വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. സമാനതകളില്ലാത്ത പരാതികളാണ് കേരളത്തിലും തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഉണ്ടായത്. വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പായിരുന്നു ആദ്യമുയർന്ന വിഷയം. 4 ലക്ഷത്തിലധികം പേർക്ക് ഒന്നിലധികം വോട്ടുള്ളതായി പ്രതിപക്ഷ നേതാവ് ആക്ഷേപിച്ചു. അദ്ദേഹം തെളിവുകളും നിരത്തി. പട്ടികയിൽ പിശകുണ്ടെന്ന് കമ്മീഷനും സമ്മതിച്ചു. അടുത്തതായിരുന്നു പോസ്റ്റൽ ബാലറ്റ് വിവാദം. പോസ്റ്റൽ ബാലറ്റിലും വലിയ കൃത്രിമം നടന്നു എന്നാണ് ആക്ഷേപം. അച്ചടിച്ചതിൻ്റെ പകുതി പോലും പോസ്റ്റൽ ബാലറ്റ് ഉപയോഗിക്കേണ്ടി വന്നില്ല. പോസ്റ്റൽ ബാലറ്റ് ശേഖരിക്കുവാൻ ചെന്ന ഉദ്യോഗസ്ഥർക്ക് തിരിമറി നടത്താവുന്നതുപോലെയായിരുന്നു ക്രമീകരണം. വോട്ട് ശേഖരിക്കാൻ വന്ന ഉദ്യോഗസ്ഥൻ്റെ തോൾ സഞ്ചിയായിരുന്നു ബാലറ്റ് പെട്ടി. അതിലിട്ട വോട്ട് തന്നെയാണ് ഓഫീസിൽ കിട്ടിയതെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടാകുമോ? 80 കഴിഞ്ഞ പലർക്കും പോളിംഗ് ബൂത്തിലും വോട്ട് ചെയ്യാമായിരുന്നു. ഇങ്ങനെ പലതരം കൃത്രിമങ്ങൾക്ക് സാധ്യതയുമായാണ് തെരഞ്ഞെടുപ്പ് കടന്നുപോയത്. കള്ളവോട്ടുകൾ തടയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഷ്ട്രീയ പാർട്ടികൾക്കും ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടോ എന്ന് സംശയിക്കത്തക്ക വിധമാണ് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നത്. ആധാർ കാർഡ് വോട്ടുമായി ബന്ധിപ്പിക്കാത്തത് അതുകൊണ്ടല്ലേ എന്ന സംശയമാണ് ഉയരുന്നത്. റേഷൻ വാങ്ങുന്നതിന് പോലും ആധാർ കാർഡ് ഉപയോഗിക്കുന്ന നാട്ടിൽ ആധാർ കാർഡിനനുസരിച്ച് വോട്ട് ചെയ്യാൻ ക്രമീകരണം ചെയ്താൽ എത്ര എളുപ്പത്തിൽ കള്ളവോട്ട് തടയാനാവും? ഓരോ വർഷവും വോട്ടർ പട്ടിക അച്ചടിക്കുന്നതിന് വേണ്ട എന്തുമാത്രം പണം ലാഭിക്കാം. ഭാരതത്തിലെ ഓരോ പൗരനും ജനിക്കുമ്പോൾ തന്നെ ആധാർ കാർഡ് ഉണ്ടായാൽ പിന്നീട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ബുദ്ധിമുട്ടേണ്ടി വരികയുമില്ല. താമസം മാറ്റുമ്പോൾ ആധാർ കാർഡിലെ വിലാസം മാറ്റി അംഗമായിട്ടുള്ള നിയോജക മണ്ഡലം മാറ്റാവുന്നതുമാണ്. കള്ളവോട്ട് തടയാൻ ഇത്രയും സൗകര്യപ്രദമായ സംവിധാനമുണ്ടായിട്ടും എല്ലാം പഴയ മട്ടിൽ നടത്തി രസിക്കുകയാണ് കമ്മീഷൻ. BJPക്കും ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയില്ല എന്ന് വിശ്വസിക്കാനാണ് ന്യായങ്ങളധികം. ബന്ധുനിയമന വിവാദത്തിൽ കുടുങ്ങി കാവൽ മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കേണ്ടി വന്ന മന്ത്രി KT ജലീൽ ഹൈക്കോടതി വിധിയും എതിരായപ്പോൾ കുറിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ സ്വന്തം ഭാഗം ന്യായീകരിക്കുവാൻ വേണ്ടിയാണെങ്കിലും നടത്തിയ വിലാപം ദൈവവിശ്വാസികളായ എല്ലാവരുടെയും ഉറച്ച ബോധ്യമാണ്. എല്ലാം ദൈവം കാണുന്നുണ്ട്. ജലീലിൻ്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചത് എന്ന് തന്നെയാണ് ദൈവവിശ്വാസികളുടെ ബോധ്യം. ഹൈക്കോടതി വിധി വന്ന അന്ന് ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ച പ്രതികരണം ഇങ്ങനെയായിരുന്നു: മനുഷ്യൻ്റെ അകമറിയാൻ ശേഷിയുള്ള ജഗദീശ്വരനായ പരമേശ്വരൻ എല്ലാം നോക്കിക്കാണുന്നുണ്ട്. ആ വിശ്വാസം നൽകുന്ന കരുത്ത് ചെറുതല്ല. തന്നിഷ്ടക്കാർക്കെല്ലാം വായ്പ കൊടുത്ത് സമുദായ വഞ്ചകർ മുടിപ്പിച്ച ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തെ മികച്ച ഷെഡ്യൂൾഡ് ബാങ്കുകളിലൊന്നിൽ ജോലി ചെയ്യുന്ന ഒരാളെ ഉപയോഗപ്പെടുത്തി നേരെയാക്കുവാൻ നടത്തിയ ശ്രമത്തെ തലവെട്ടുകുറ്റമായി അവതരിപ്പിച്ച് ആഘോഷിച്ച സുഹൃത്തുക്കളോടും നിഷ്പക്ഷ നിരീക്ഷകരോടും ഒട്ടുമേ ദേഷ്യമില്ല. ഒരു നയാ പൈസ പോലും ഖജനാവിന് നഷ്ടപ്പെടുത്താത്ത തീർത്തും നിരുപദ്രവകരമായ ഒരു വിഷയം ഇത്രമേൽ ആനക്കാര്യമാവുമെന്ന് കരുതി വേണ്ട മുൻകരുതൽ എടുക്കാത്തതിൽ ഒരു അണുമണി തൂക്കം ഖേദവും തോന്നുന്നില്ല.
ഹൈക്കോടതി വിധി കിട്ടിയ ശേഷം ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചിച്ച് തുടർ നടപടികൾ കൈക്കൊള്ളും. സർക്കാർ ചെലവിൽ ഖുറാൻ വിതരണം നടത്തിയപ്പോഴും ഈന്തപ്പഴം എന്ന പേരിൽ വിദേശത്തു നിന്നും പാഴ്സലുകൾ സ്വീകരിച്ചപ്പോഴും എല്ലാം എതിരാളികളെ നേരിടുവാൻ വിശ്വാസവും മതവും പരിചയാക്കിയ വ്യക്തിയാണ് ജലീൽ. മനുഷ്യൻ്റെ അകമറിയുന്ന ജഗദീശ്വരൻ എല്ലാം അറിയുന്നുണ്ടെന്ന് അദ്ദേഹം അതരം കൊണ്ട് പറയുമ്പോഴും ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നതായി ഫേസ്ബുക്ക് പോസ്റ്റ് കാണിക്കുന്നില്ല. തൻ്റെ ബന്ധുവിനെ നിയമിക്കുവാൻ താൻ ചെയ്ത നിയമവിരുദ്ധമായ പ്രവൃത്തികളെ അദ്ദേഹം ന്യായീകരിക്കുകയാണ്. അബദ്ധം പറ്റിയെന്ന് പോലും സമ്മതിക്കുന്നില്ല. വേണ്ട മുൻകരുതൽ എടുക്കാതിരുന്നതിലാണ് പിടിക്കപ്പെട്ടപ്പോൾ സങ്കടം. ഖജനാവിന് നയാ പൈസ നഷ്ടപ്പെട്ടില്ല എന്നതുകൊണ്ട് അഴിമതി അല്ലാതാകും എന്നു മുതലാണ് ജലീൽ പഠിപ്പിച്ചു തുടങ്ങിയത്. നിയമസഭയിൽ നടത്തിയ അഴിഞ്ഞാട്ടങ്ങൾക്ക് ജലീൽ ഇപ്പോഴും കോടതി കയറിക്കൊണ്ടിരിക്കുന്ന കേസ് എന്തിൻ്റെ പേരിലായിരുന്നുവെന്ന് മറന്നുപോയോ? ബാർ മുതലാളിമാർ 1 കോടി രൂപ കൊടുത്തിട്ടും ബാർ ലൈസൻസ് പുതുക്കി കൊടുക്കുവാൻ KM മാണി കൂട്ടുനിന്നില്ല എന്നതായിരുന്നു വിഷയം. ഖജനാവിന് എന്തായിരുന്നു നഷ്ടം ആ സംഭവത്തിൽ? ഇടതുമുന്നണി കേരളത്തിലാകെ അഴിഞ്ഞാടിയ സോളാർ കേസിൽ എന്തായിരുന്നു ഖജനാവിൻ്റെ നഷ്ടം? ഇതല്ലേ ജലീൽ? 2 തട്ടിൽ കളി. സമുദായ വഞ്ചകർ മുടിപ്പിച്ച ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തെ മികച്ച ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ ഒന്നിൽ ജോലി ചെയ്യുന്ന ഒരാളെ ഉപയോഗപ്പെടുത്തി നേരെയാക്കുവാൻ നടത്തിയ ശ്രമത്തെ തലവെട്ടുകുറ്റമായി അവതരിപ്പിച്ച് ആഘോഷിച്ച സുഹൃത്തുക്കളോടും നിഷ്പക്ഷ നിരീക്ഷകരോടും ഒട്ടുമേ ദേഷ്യം ഇല്ല എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കേരളത്തിലെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെയും കോർപ്പറേഷൻ്റെയും പ്രവർത്തന ശൈലി വ്യക്തമാണ്. അദ്ദേഹം പരാമർശിക്കുന്ന ആ അർദ്ധ സർക്കാർ സ്ഥാപനം മുസ്ലിം ക്ഷേമ കോർപ്പറേഷനല്ല, ന്യൂനപക്ഷ ക്ഷേമ കോർപ്പറേഷനാണെന്ന് ഓർക്കണം. അത് ഒരു സമുദായ സ്ഥാപനമല്ല. അദ്ദേഹം പറയുന്നത് പോലെ അർദ്ധ സർക്കാർ സ്ഥാപനമാണ്. സർക്കാർ പണം കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനം. അത് ഒരു സമുദായത്തിനായി വിഭാവനം ചെയ്യപ്പെട്ടതല്ല. നാട്ടിലെ 6 ന്യൂനപക്ഷ സമുദായങ്ങൾക്കുള്ളതാണ്. എന്നാൽ ജലീലിൻ്റെ വാക്കുകൾ ധ്വനിപ്പിക്കുന്നത് അത് സമുദായ സ്ഥാപനമാണ് എന്നാണ്. സമുദായ വഞ്ചകർ എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുൻഗാമികളായിരുന്ന മുസ്ലിം ലീഗുകാരെ ആവണം. 5 വർഷം ഭരിച്ച അദ്ദേഹം ഈ സമുദായ വഞ്ചകർക്കെതിരെ പോലും എന്തെങ്കിലും നടപടിയെടുത്തോ എന്ന് വ്യക്തമാക്കിയിട്ടുമില്ല. തന്നിഷ്ടക്കാർക്കെല്ലാം വായ്പ കൊടുത്താണ് സമുദായ വഞ്ചകർ സ്ഥാപനം മുടിപ്പിച്ചത് എന്നാണ് ജലീലിൻ്റെ ആക്ഷേപം. തന്നിഷ്ടക്കാരെ നിയമിക്കുവാൻ അദ്ദേഹം നടത്തിയ നീക്കം പക്ഷേ തെറ്റല്ല താനും. തന്നിഷ്ടക്കാർക്ക് വായ്പ കൊടുത്തത് ബാങ്കിൻ്റെ ജനറൽ മാനേജരായിരുന്നു എന്ന് ജലീൽ പറയുന്നില്ല. ഏതായാലും അദ്ദേഹം നിയമിക്കുകയും വിവാദത്തിൽപ്പെട്ട് പുറത്തു പോകേണ്ടി വരികയും ചെയ്ത ഉദ്യോഗസ്ഥൻ ഇരുന്നാലും തന്നിഷ്ടക്കാർക്കെല്ലാമാവും സഹായം എന്ന മറ്റു ന്യൂനപക്ഷ സമുദായങ്ങളുടെ സങ്കടത്തെ അറിയാതെ അംഗീകരിക്കുകയാണ് ജലീൽ ഈ കുറിപ്പിലൂടെ എന്ന് വ്യക്തം. അദ്ദേഹം ബന്ധുവിനെ നിയമിക്കുവാൻ നടത്തിയ ശ്രമത്തെ തലവെട്ടുകുറ്റമായി അവതരിപ്പിച്ച് ആഘോഷിച്ച സുഹൃത്തുക്കളോടും നിഷ്പക്ഷ നിരീക്ഷകരോടും അദ്ദേഹത്തിന് ഒട്ടുമേ ദേഷ്യമില്ല എന്നും പറയുന്നു. ഈ വാക്കുകളുടെ സത്യം വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളിൽ വന്നു. മന്ത്രിയുടെ ബന്ധു അദീബിന് രാജിവെക്കേണ്ടി വന്നതിനെ തുടർന്ന് ന്യൂനപക്ഷ കോർപ്പറേഷനിലെ പദവിക്ക് അപേക്ഷ അയച്ചവരിൽ യോഗ്യതകളെല്ലാം ഉണ്ടായിരുന്ന വ്യക്തിയോട് മന്ത്രി കാണിച്ച സ്നേഹപ്രകടനം എത്ര ഭീകരമായിരുന്നു. അദ്ദേഹത്തെ ജീവിക്കാൻ അനുവദിക്കാതെ വേട്ടയാടിയതായി അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇന്നാട്ടിലെ സാംസ്കാരിക നായകരോ അതുപോലുള്ളവരോ വാ തുറന്നതേയില്ല. ബന്ധുവിനെ നിയമിക്കുക മാത്രമല്ല, മന്ത്രിയുടെ സ്വാർത്ഥ ലക്ഷ്യം അറിയാതെ അപേക്ഷ കൊടുക്കുകയും മന്ത്രിക്ക് വേറെ താല്പര്യം ഉണ്ടെന്നറിഞ്ഞതോടെ അഭിമുഖത്തിന് പോലും പോകാതിരിക്കുകയും ചെയ്ത ഒരു മുസ്ലിം യുവാവിനോട് കാണിച്ച സ്നേഹവും സമുദായ താല്പര്യവും അദ്ദേഹം തന്നെ പറഞ്ഞ് നാട്ടുകാർ കേട്ടുകഴിഞ്ഞു. മന്ത്രി വല്ലാതെ വേട്ടയാടിയതായാണ് ആ യുവാവിൻ്റെ പരാതി. അധികാരം ഉപയോഗിച്ച് ഇത്തരം മനുഷ്യത്വരഹിതമായ പ്രവർത്തികൾ ചെയ്യുന്നവർ ഓർക്കുന്നത് നല്ലതാണ്. ദൈവമെല്ലാം കാണുന്നുണ്ട്. പാവങ്ങൾക്കും വിധവകൾക്കും വേണ്ടി ദൈവം കണക്ക് ചോദിക്കും എന്ന സത്യവും സാക്ഷ്യപ്പെടുത്തപ്പെടുന്ന അവസരങ്ങൾ നിരവധിയുണ്ട്. വലിയ ദൈവവിശ്വാസിയായി അറിയപ്പെടുന്ന നിരോധിക്കപ്പെട്ട മുസ്ലിം സംഘടനയിൽ പ്രവർത്തകനായിരുന്ന ജലീൽ ഹൈക്കോടതി വിധിയെ തുടർന്ന് എല്ലാം ദൈവം കാണുന്നുണ്ട് എന്ന് പറഞ്ഞു പോയത് ആകസ്മികമല്ല. ഹൈക്കോടതി വിധി ഈ ബോധ്യം അദ്ദേഹത്തിൽ കുറെ കൂടി ആഴമുള്ളതാക്കി കാണണം. ദൈവഭയം ഇല്ലാതാകുന്നതാണ് സമൂഹത്തിൽ പടരുന്ന ധാർമ്മിക അപജയത്തിന് പ്രധാന കാരണമെന്ന് മുൻ സ്പീക്കർ G. കാർത്തികേയൻ പറഞ്ഞത് ഓർമ്മിക്കുന്നു. ആരെയും ഭയമില്ലാത്തവനും ദൈവഭയം പലതും ചെയ്യാതിരിക്കാൻ പ്രേരണയാവും. ദൈവഭയത്തോടെ എല്ലാവർക്കും പ്രവർത്തിക്കുവാനാകട്ടെ.
സ്വജനപക്ഷപാത പ്രവർത്തനത്തിന്റെ പേരിൽ കാവൽ ഭരണകാലത്ത് പോലും മന്ത്രി KT ജലീലിന് രാജിവെക്കേണ്ടി വന്നത് പിണറായി സർക്കാരിന് വലിയ നാണക്കേടുണ്ടാക്കിയ അടിയായി. തുടർഭരണം കിട്ടിയാൽ ജലീലിനെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നതും നാണക്കേടാകും. ന്യൂനപക്ഷ കോർപ്പറേഷനിലെ നിയമനത്തിൽ മന്ത്രി സ്വജനപക്ഷപാതം നടത്തി എന്ന് ലോകായുക്ത കണ്ടെത്തിയപ്പോൾ പിടിച്ചു നിൽക്കാൻ എല്ലാ ശ്രമവും നടത്തിയ ജലീലിന് ഹൈക്കോടതി കൂടി ആ തീരുമാനം അംഗീകരിച്ചതോടെ ഒന്നും പറയാനില്ലാത്ത നിലയായി. എന്നിട്ടും ജലീലിൻ്റെ നടപടിയിൽ അപാകത ഇല്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നതാണ് അത്ഭുതം. ജനറൽ മാനേജറുടെ തസ്തികയിലേക്ക് നിയമന യോഗ്യത വർദ്ധിപ്പിക്കുകയാണ് ജലീൽ ചെയ്തതെന്നും ആ ഫയലിൽ ഒപ്പിടുന്നത് എങ്ങനെ കുറ്റമാവും എന്നുമാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം. കടുത്ത പിണറായി ഭക്തർക്ക് പോലും അത്ഭുതം തോന്നുന്ന ചോദ്യം. മുഖ്യമന്ത്രിയുടെ ന്യായീകരണം കേൾക്കുന്നവർക്ക് ഈ തട്ടിപ്പ് എല്ലാവരും അറിഞ്ഞുള്ളതാണെന്നും മുഖ്യമന്ത്രി കൂടി രാജിവെക്കേണ്ടത് ധാർമ്മിക ബാധ്യതയാണെന്നും തോന്നിപ്പോകില്ലേ? ബന്ധുനിയമനത്തിൽ കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ പൊതുജീവിതം അവസാനിപ്പിക്കാമെന്ന് നിയമസഭയിൽ മന്ത്രി ജലീൽ നടത്തിയ പ്രഖ്യാപനമുണ്ട്. ബന്ധുവിനെ നിയമിക്കുക മാത്രമല്ല, തസ്തികയിലേക്ക് അപേക്ഷ നൽകിയ വ്യക്തിയെ അക്കാരണത്തിന് പീഡിപ്പിക്കുകയും ചെയ്ത മന്ത്രി പൊതുജീവിതത്തിൽ വല്ലാത്ത മാതൃകയാണ് കാണിക്കുന്നത്. ജലീലിൻ്റെ വെല്ലുവിളി ഉയർന്നത് 14-ാം നിയമസഭയിലായിരുന്നതുകൊണ്ട് പുതിയ 15-ാം നിയമസഭയ്ക്ക് പഴയ നിയമസഭയിൽ നൽകിയ ഉറപ്പ് പാലിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹത്തിനെതിരെ നിയമപരമായ നടപടിക്കോ സഭയെ തെറ്റിദ്ധരിപ്പിച്ചതിനുള്ള ശിക്ഷയ്ക്കോ നിയമപരമായി സാധിക്കുമോ എന്ന് ഉറപ്പില്ല. അതെല്ലാം വരാനിരിക്കുന്ന കാലത്തെ നടപടികളാണ്. ഭരണ തുടർച്ച ഉണ്ടായാൽ പ്രതിപക്ഷം എങ്കിലും ഈ ആവശ്യം ഉന്നയിക്കാം. എന്നാൽ ഭരണമാറ്റം സംഭവിച്ചാലോ എല്ലാം അങ്ങ് കെട്ടടങ്ങും. അതിനുള്ള ശേഷി ജലീലിൻ്റെ രക്ഷകർത്താക്കൾക്കും ജനാധിപത്യ മുന്നണിയിലുമുണ്ട്. പ്രചാരണകാലത്ത് പറഞ്ഞ സർക്കാരിനെതിരായ ആരോപണങ്ങളൊന്നും അന്വേഷിക്കപ്പെടാൻ പോലും ഇടയില്ല എന്നതാണ് ഇതുവരെയുള്ള ചരിത്രം. ഞങ്ങൾ രാഷ്ട്രീയ പകപോക്കലിനില്ല എന്ന മഹനീയ മൂടുപടം ധരിപ്പിച്ച് എല്ലാം ഒതുക്കും. അല്ലെങ്കിൽ പിണറായി സർക്കാർ കാണിച്ചതുപോലെ ഒരു ബാലൻ കമ്മിറ്റി ഉണ്ടാക്കി അന്വേഷണം നടത്തും. അവിടം കൊണ്ട് തീരും. ഒരിക്കൽ കേരളത്തെ പിടിച്ചുകുലുക്കിയ കുപ്രസിദ്ധമായ ചാരക്കേസിലെ പ്രതികളിൽ ഒരാളായിരുന്ന നമ്പി നാരായണൻ സമർത്ഥമായ നീക്കങ്ങളിലൂടെ ഓരോ നേട്ടങ്ങൾ കൊയ്യുന്നത് കാണുമ്പോൾ അമ്പരക്കുന്നവരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് പുതിയ ചില വെളിപ്പെടുത്തലുകൾ വരുന്നു. ഇക്കുറി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി മോദി ചാരക്കേസിൽ പ്രതിയായിരുന്ന നമ്പി നാരായണൻ പ്രശസ്ത ശാസ്ത്രജ്ഞനായിരുന്നുവെന്നും കോൺഗ്രസിലെ ആഭ്യന്തര സംഘർഷത്തിന് ബലിയാടാക്കപ്പെടുകയായിരുന്നു എന്നും പറഞ്ഞു. പ്രധാനമന്ത്രി ഡൽഹിയിൽ തിരിച്ചെത്തിയ ഉടനെ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ നിയോഗിച്ച റിട്ടയർഡ് ജഡ്ജി ജെയിൻ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഉടൻ നടപടി വേണം എന്ന ആവശ്യവുമായി സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. അടിയന്തരമായി നടപടി സാധിക്കില്ലെന്നും അടുത്തയാഴ്ച പരിഗണിക്കാമെന്നും കോടതി പറഞ്ഞു. ജെയിൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ആരും കാണുകയോ ബന്ധപ്പെട്ടവരോട് ആരോടും തന്നെ വിവരം ശേഖരിക്കാതെയോ ആണ് തയ്യാറാക്കപ്പെട്ടത് എന്നതും പ്രധാനമന്ത്രിയുടെ നമ്പി പ്രസംഗവും തുടർന്നുണ്ടായ നടപടികളും എന്താവും സംഭവിക്കാൻ പോകുന്നത് എന്ന വലിയ സംശയമുയർത്തി. CBIയുടെ തുടരന്വേഷണത്തിന് തുടക്കമാകുമ്പോൾ പല പുതിയ വെളിപ്പെടുത്തലുകളും എത്തുന്നതിന് പിന്നിലും ദൈവത്തിൻ്റെ കരങ്ങൾ കാണുന്നവരുണ്ട്. വളരെ അപ്രതീക്ഷിതമായ കേന്ദ്രങ്ങളിൽ നിന്നുമാണ് പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നത്. കേസിൻ്റെ കാലത്ത് റോയിലെ ഉദ്യോഗസ്ഥനായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ജോലി ചെയ്തിരുന്ന രാജേഷ് പിള്ള ചാരക്കേസിലെ പ്രതി മറിയം റഷീദ ചാരപ്രവൃത്തിക്കായി ഇന്ത്യയിൽ എത്തിയതാണെന്നും പ്രധാനമന്ത്രി നരസിംഹറാവുവിൻ്റെ ഓഫീസ് ഇടപെട്ടതുകൊണ്ടാണ് കേസ് തേഞ്ഞുമാഞ്ഞു പോയതെന്നും വെളിപ്പെടുത്തി. അക്കാലത്ത് ഒരിക്കൽ ഒരു റഷ്യൻ വിമാനം വളരെ അവിചാരിതമായി തിരുവനന്തപുരത്തെത്തിയെന്നും അക്കാര്യവും ഏറെ അന്വേഷിക്കപ്പെടാതെ പോയി എന്നും അനുസ്മരിച്ചു. വിശദമായി അന്വേഷിച്ചാൽ വലിയ വെളിപ്പെടുത്തലുകളിലേക്കാവും ചാരക്കേസ് എത്തുക എന്ന ഭീതി ശക്തമാകുന്നുണ്ട്. അക്കാലത്ത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആയിരുന്ന CP നായരും ഈ വെളിപ്പെടുത്തലിനെ ശരിവച്ചു. മറിയം റഷീദ ചാരപ്രവർത്തിക്കായി വന്ന ഉദ്യോഗസ്ഥയാണ് എന്ന് കേരള സർക്കാരിനും വിവരം നൽകിയിരുന്നു. മറിയം റഷീദയുടെ ബന്ധങ്ങൾ അന്വേഷിച്ചാണ് പോലീസ് ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിലെത്തിയത്. കേസിലെ ഒരു ഹൈക്കോടതി വിധിയിൽ അക്കാലത്തെ IG ശ്രീവാസ്തവയ്ക്കെതിരെ പരാമർശം വന്നതറിഞ്ഞ കരുണാകരൻ അദ്ദേഹത്തെ രക്ഷിക്കാനല്ല സസ്പെൻഡ് ചെയ്യാനാണ് നിർദ്ദേശിച്ചതെന്നും വെളിപ്പെടുത്തി. വിധി വന്ന അന്ന് ഡൽഹിയിലായിരുന്ന കരുണാകരൻ താൻ നാളെ വിമാനത്താവളത്തിലെത്തുമ്പോൾ കാണാനെത്തുന്ന പത്രക്കാരോട് ശ്രീവാസ്തവയെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയാനാകണം എന്ന് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയോട് കർശനമായി നിർദ്ദേശിച്ചതായി വെളിപ്പെടുത്തി. നരസിംഹറാവു കേസിൽ ഇടപെട്ടതായും അദ്ദേഹം വെളിപ്പെടുത്തി.
ISROയിലെ അക്കാലത്തെ ക്രയോജനിക് വിഭാഗം മേധാവി മുത്തുനായകം തൻ്റെ ഓഫീസിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന നമ്പിനാരായണനെക്കുറിച്ച് വലിയ വെളിപ്പെടുത്തലുകളുമായി ഏപ്രിൽ 22-നെത്തി. ക്രയോജനിക് കാര്യത്തിൽ നമ്പിനാരായണന് ചെറിയ റോൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. നമ്പിനാരായണൻ VRSന് അപേക്ഷിക്കുകയും അത് അനുവദിക്കുകയും ചെയ്തിരുന്നതായി മുത്തുനായകം പറഞ്ഞു. ചാരപ്രവൃത്തി ഒന്നും നടന്നിട്ടില്ലെങ്കിലും സംഭവത്തെക്കുറിച്ച് ISROയിൽ ആഭ്യന്തര അന്വേഷണം നടത്താൻ പോലും അക്കാലത്തെ ചെയർമാൻ കസ്തൂരി രംഗൻ തയ്യാറാകാതിരുന്നതിൽ ഒരു ദുരുദ്ദേശം കാണുന്നു. തന്നെ മാറ്റി നിർത്തി ISROയുടെ കേന്ദ്ര ഓഫീസെല്ലാം ചെയ്തതിലും അദ്ദേഹം സന്ദേഹം പ്രകടിപ്പിച്ചു. ISRO സംഭവം ചിത്രീകരിക്കപ്പെടുന്നത് പോലെ ഒരു നിസ്സാര സംഭവമല്ലെന്നാണ് വീണ്ടും സൂചനകൾ. ഒരിക്കൽ പ്രധാനമന്ത്രിയുടെ താൽപ്പര്യപ്രകാരം ഇല്ലാതാക്കപ്പെട്ട അന്വേഷണം മറ്റൊരു പ്രധാനമന്ത്രിയുടെ താൽപ്പര്യപ്രകാരം CBI തന്നെ വലിയ സംഭവമാക്കുമോ എന്നാണ് അറിയേണ്ടത്. അത് ഭാരതത്തിലെ കേസന്വേഷണ ചരിത്രത്തിൽ തന്നെ വലിയ സംഭവമാകുകയും ചെയ്യും. ഷീലോഹൻ്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച.